അരക്കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരി ഒരു 15 മിനിറ്റ് കുതിർത്ത് ഒരു 1/4 വേവാകുന്നത് വരെ വേവിച്ച് നമുക്ക് വാർത്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേണം അരി വാർത്തെടുക്കേണ്ടത്. ഇനി റൈസിന് ആവശ്യമായ 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു സവാള ചെറിയ സവാള നീളത്തിലരിഞ്ഞത്, ഒരു പച്ചമുളക് ഒന്ന് വരഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതുപോലെ 2 ചെറിയ കഷ്ണം പട്ട, ഒരു 6 ഗ്രാമ്പ്, ഒരു ഏലക്ക, ഒരു ബേ ലീഫ്. ഇനി ഇതുപോലെ ഒരു പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. മസാലയൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള നല്ലതുപോലെ വഴന്ന് വരണം. ഇനി ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വരണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ടൊമാറ്റോ റൈസ്. തക്കാളി നല്ലതുപോലെ വഴന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പൊടികളൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി റൈസിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വാർത്ത് വെച്ചിരിക്കുന്ന റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കളറൊക്കെ മാറി വരുന്നത് കണ്ടോ. ഇനി കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.